ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നെന്തായാലും ഒരു ഓഫ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. കാരണം എല്ലാ ദിവസവും ഉണ്ടാക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ഓഫ് ഡേ അല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ പെൺപിള്ളേരും നമ്മുടെ വീട്ടിൽ ഭയങ്കര രാജ്ഞിമാരായിരിക്കും. അതായത് നമ്മൾ ഭയങ്കര ക്യൂൻസ് അവിടെ. കാരണം നമുക്കൊരു പണിയും ചെയ്യണ്ട, എല്ലാം അമ്മമാർ ചെയ്തു തരും. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അടുക്കളയിൽ കയറുന്നത് ഭയങ്കര കുറവെന്ന് മാത്രമല്ല, അടുക്കളയിൽ കയറണമെങ്കിൽ എനിക്ക് തോന്നി ഞാൻ എല്ലാം ഉണ്ടാക്കും. അങ്ങനെയുള്ള സ്വഭാവം. പക്ഷെ എൻ്റെ കൂടെ ആരും നിൽക്കരുത്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം. എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പൊതുവേ ഉണ്ടാക്കാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നി, എന്തായാലും പാവം അമ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ എന്നോർത്തിട്ട് ഞാനും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാറുണ്ട്. പക്ഷെ സക്സസ് ആവാറുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ യൂട്യൂബിൽ നോക്കും, എന്നിട്ട് ഉണ്ടാക്കും. അപ്പം അമ്മയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും, കൊടുക്കും. ഇന്ന് വരെ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ നമ്മുടെ അപ്പനും അമ്മയല്ലേ, എന്തായാലും നല്ലതെന്നാണല്ലോ പറയത്തുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അമ്മയുടെ അമ്മയും നന്നായിട്ട് കറി ഉണ്ടാക്കും. പപ്പയുടെ അമ്മയും ഉണ്ടാക്കും. രണ്ടുപേരും പക്ഷെ വേറെ രീതിയാണ്. പപ്പയുടെ അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ ടേസ്റ്റാണ്, പക്ഷെ പൊടികളെല്ലാം ചേർത്തിട്ട് അമ്മയുടെ അമ്മ എല്ലാം അരച്ചേ ചേർക്കത്തുള്ളൂ. അതായത് മല്ലി, ഇപ്പം മീൻകറി വെക്കുവാണെങ്കിൽ എന്തൊക്കെ വേണം, മല്ലിയൊക്കെ പൊടികൾ ചേർക്കാണ്ട് മല്ലിയൊക്കെ വറുത്തരച്ച് അങ്ങനെ കറി ഉണ്ടാക്കി തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്ന് കറി കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ചക്കക്കുരു മാങ്ങ, ആ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന എറണാകുളത്ത് അപ്പായും അമ്മയൊക്കെ വരുമ്പോൾ ഞാനിങ്ങ് വഴി മാറി കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാടായി അവരെന്തെങ്കിലും ഉണ്ടാക്കി തരുന്നത് നമുക്കത് കഴിക്കാമല്ലോ. എല്ലാ ദിവസവും നമ്മൾ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. ഇപ്പോൾ ഈ പുതിയ ശീലമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഇരുന്നപ്പം എന്താ പറയുക, ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആവട്ടെ. പക്ഷെ രാവിലെ ഏറ്റൊന്നും ഇല്ല കേട്ടോ, ഈ ഉണ്ടാക്കുന്നതെല്ലാം മാത്രമേ ഉള്ളൂ. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേനും എല്ലാ പരിപാടിയും തീർത്തിട്ട് വെറുതെ ഇരിക്കുക. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അല്ലെങ്കിൽ ശനി ഞായറാഴ്ച എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കണം. കാരണം ഓഫീസിൽ പോകണമല്ലോ. ഈ ശനി ഞായറും കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. കാരണം ഒന്നും ചെയ്യണ്ട, രാവിലെ ഒരു 10 മണി വരെ കിടന്നുറങ്ങുക, പിന്നെ എഴുന്നേൽക്കുക, പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെ ഉള്ളൂ. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ചട്ടി ചൂടായി, നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ? ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ട് വരും. പക്ഷെ ഇപ്പം ആട്ടാൻ പോലും തേങ്ങയില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? പൈസ കൊടുത്ത് മേടിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ അമ്മ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കറി ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ എണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന കറിക്കും പ്രത്യേക ടേസ്റ്റാണ്, അല്ലെന്നല്ല. ഞാൻ ഭയങ്കര പിശുക്കുത്തിയാണ്. എണ്ണ ഒഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനപ്പം ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. എനിക്ക് എണ്ണ എന്ന് പറയുന്ന സാധനം ഫുഡിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ടേസ്റ്റ് നോക്കിയിട്ടല്ല കാര്യം, ഹെൽത്ത് നോക്കണമെന്നാണെങ്കിലും എൻ്റെ വീട്ടിലിതും പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാവും. കാരണം അപ്പ പറയും, എന്തിനാ ശിജി ഇത്രയും എണ്ണ എടുക്കുന്നേ, കുറച്ച് എണ്ണ പോരെ, ഇപ്പം പോരെ, കറിക്ക് ടേസ്റ്റ് വേണോ, എണ്ണ വേണം. ഇതാണ് അവിടുത്തെ സ്ഥിരം പഴമൊഴി. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഇല്ല. ഞാൻ എത്ര എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യാവോ അത് മാത്രം ചെയ്യുന്ന ആളാ കേട്ടോ. അതേപോലെ ചില സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വിചാരിക്കും, എന്തിനാ ഇങ്ങനെ പോകുന്നേ, എന്താ കാര്യം, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാന്ന് ആലോചിക്കും. ഞാൻ എൻ്റെ അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്,
എങ്ങനെ ഇവരെ കൊണ്ട് ഇത് പറ്റുന്നു? ഇവർ ജോലിക്ക് പോകുന്നു, വരുന്നു, ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ അതിരാവിലെ ഏൽക്കണു, എല്ലാം ഉണ്ടാക്കുന്നു, പോകുന്നു, വൈകുന്നേരം വന്നിട്ട് പ്രത്യേകിച്ച് അലത്തത് ഉണ്ടാക്കുന്നു. എന്ത് കഷ്ടമാണല്ലേ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇവർക്ക് എന്നെ മടുപ്പില്ലേ. കാരണം ഒരു ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലിരിക്കുവാണെങ്കിൽ അവിടെ ചെയ്യാത്ത പണികളൊന്നും ഇല്ല, എല്ലാം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറി തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വെറുതെ ചെന്നിരുന്ന് കഴിച്ചാൽ മതിയല്ലോ. കൈ കഴുകി കഴിക്കുമ്പോൾ കൈ കഴുകി ഇരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് തരാൻ നമ്മുടെ അപ്പനുണ്ട്, നമ്മുടെ അമ്മയുണ്ട്. പക്ഷേ നേരെ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ എന്താട്ടെ, ഒരു വട്ടം സമയമുണ്ട്. അപ്പം പിന്നെ ഞാൻ ഒരു കഥ പറയാം. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ 5 മക്കളും എൻ്റെ അപ്പയുടെ വീട്ടിൽ 4 മക്കളുമാണ്. അപ്പം അമ്മയുടെ വീട്ടിൽ ചേട്ടനുണ്ട്, ഒരു ചേട്ടനും ബാക്കി എല്ലാം പെങ്ങന്മാരുമാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര രസമാണ്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഞങ്ങളൊരു 10-18 പിള്ളേരുണ്ടല്ലേ. അതായത് എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടന് 3 മക്കള്, രണ്ടാമത്തെ ചേച്ചിക്ക് 2 മക്കള്, ഇപ്പം തന്നെ 5 ആയില്ലേ. മൂന്നാമത്തെ ചേച്ചിക്ക് 3 മക്കള്, 5, 6, 7, 8, 9. പിന്നെ ഞങ്ങൾ 10 പിള്ളേരാ. മാറിപ്പോയത്. ഞങ്ങൾ 10 ചെറുമക്കളുണ്ട്. അപ്പം ഞാൻ ഒറ്റപുത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും ഭയങ്കര കൊഞ്ചിച്ചാ വളർത്തിയേക്കുന്ന, ലാളിച്ചാ വളർത്തിയേക്കുന്ന, അങ്ങനെയൊക്കെ ആണെങ്കിലും സത്യാവസ്ഥ അതൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എന്നെ ഒരു ആൺകൊച്ചായിട്ടാണ് കണ്ടേക്കുന്നത്. പെൺപിള്ളേരുടെ കൂട്ടത്തിലേ കൂട്ടിയിട്ടില്ല. കാരണം ഇല്ലാത്ത കുരുത്തക്കേടുകളൊന്നും എൻ്റെ കയ്യിലില്ല. അതിനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഫാമിലി ഒത്തുചേരുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം എല്ലാവരും കൂടി ഇപ്പോൾ വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, എല്ലാവരും എത്ര ദൂരെയാണെങ്കിലും എല്ലാവരും വരും. എല്ലാവരും വന്ന് ഞങ്ങൾ പിള്ളേരും വന്ന് എല്ലാവരും കൂടി ഭയങ്കര കളിയും തമാശയും, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഭയങ്കര രസമാണ്. പിന്നെ അതിലേക്ക് എക്സ്ട്രാ 2 മരുമക്കളും വന്നു. അപ്പം ആദ്യം കുറച്ച് വിഷമമായിരുന്നു. വിഷമം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുമക്കൾ വന്നേനല്ല, പഴയതുപോലെ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി കൂടാൻ പറ്റുമോ, അതോ ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാരാണോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നത്. പക്ഷെ അതിനും മാറ്റം വന്നു കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചോ, അലമ്പിനോ തല്ലിപ്പൊളിക്കോ കള്ളുകുടിക്കോ എന്ത് പരിപാടിക്കും എല്ലാവരും ഒരുമിച്ച. പിന്നെ എൻ്റെ ചാച്ചന്മാരെ പറ്റി പറയുവാണെങ്കിൽ ടിപ്പിക്കൽ നമ്മുടെ സാധാ കാണുന്ന ചാച്ചന്മാരെ പോലെ നീ എന്താ അത് ചെയ്യാത്ത, നീ എന്താ ഇത് ചെയ്യാത്ത, നീ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരെ അല്ല. അവർ നേരെ തിരിച്ച് നമ്മളെ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും കൂടെ കാണും. അതാണ് ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം. ഞാനൊക്കെ എൻ്റെ ചാച്ചനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനങ്ങനെ അധികം മിണ്ടത്ത് കൂടിയില്ല ചാച്ചയുടെ അടുത്ത്. അപ്പൊ എൻ്റെ വിചാരം ചാച്ചയ്ക്ക് എന്നെക്കാളും ഇഷ്ടം എൻ്റെ ബാക്കി ചേച്ചിമാരെ ആയിരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു ഓരോരോ തോന്നലുകള്. എന്നിട്ട് എൻ്റെ ചാച്ച ഷെഫാ, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ടാക്കും. പക്ഷേ ആൾക്ക് ഉണ്ടാക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ മടിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ചാച്ച പുറത്ത്. അപ്പോൾ ചാച്ച എപ്പോഴും എന്താ ചെയ്യുക, അവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നാട്ടിൽ വരുമ്പോഴായിരിക്കും ചാച്ച ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നിൽക്കുക. അപ്പോൾ പിന്നെ നമ്മൾ കയറി ചാച്ചയുടെ അടുത്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, നന്നായിട്ട് പക്ഷെ ഉണ്ടാക്കി തരും കേട്ടോ. നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരും ചാച്ച. അങ്ങനെ കുറേ വർഷം കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് ചാച്ചി ഞാനും ഭയങ്കര കമ്പനി ആവുന്നത്. അങ്ങനെ കമ്പനി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണമൊക്കെ അടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ പിള്ളേരും ഉണ്ട്. ഒരു ദിവസം ഓണത്തിനാണോ ക്രിസ്മസിനാണോ എന്ന് അറിയത്തില്ല, ഞങ്ങൾ എപ്പോഴും ഒത്തുകൂടുന്നതുകൊണ്ട് ഏതോ ഒരു ദിവസം ഒത്തുകൂടി. ആ സമയത്ത് കള്ളുണ്ടായി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അവിടെ നല്ല ഷാപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോയി മേടിച്ചിട്ട് വരും. നല്ല കള്ള് നോക്കി മേടിച്ചിട്ട് വരും. നല്ല മധുരക്കള്ളൊക്കെ ഉണ്ടാവും. അപ്പം ചാച്ചി ഇത് കുറേ കുപ്പി മേടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ താഴെ വയ്ക്കും. എന്നിട്ട് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ പോയി കഴിക്കും. അങ്ങനെ കഴിച്ച് ഞാനങ്ങ്
പടമായി. എന്നിട്ട് ഞാൻ കഴിക്കാതിരുന്നു. അപ്പം എല്ലാരും കഴിക്കണു, അനിയത്തിമാര് ചേട്ടന്മാര് ഞങ്ങളെല്ലാരും കൂടി ഇരുന്നിട്ട് റൂമിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര കടി. അവിടെ മേളില് അപ്പന്മാരും അമ്മമാരും എല്ലാരും കൂടി ഇരുന്ന് അടിക്കുന്നു. അപ്പൊ ഭയങ്കര രസം. അങ്ങനെ കഴിച്ച് മധുരക്കളാണല്ലോ എന്താന്ന് ഓർത്ത് കഴിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് തലയ്ക്ക് പിടിച്ചു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കരച്ചിലായി, എണ്ണിപ്പറക്കലായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ചാച്ചിയും ഭയങ്കര കമ്പനിയാവുന്നത്. പിന്നെ നമ്മളെ ഈ പെൺപിള്ളേരെ സംബന്ധിച്ച് നമ്മുടെ വീട്ടില് രാജകുമാരിമാരും പിന്നെ പോയി കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളുള്ളപ്പം ഇവരെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ എന്തേലും ഇവിൾമാരല്ലേ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമായിരിക്കും. പക്ഷെ നമ്മൾ വേറൊരിടത്തേക്ക് കെട്ടിച്ച് വിടുവാണെങ്കിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം അതുവരെ ഇല്ലാത്ത കെയറിങ്. കാരണം നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും അയ്യോ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുമല്ലോ, അയ്യോ അവൾ ഇവിടുന്ന് പോവുകയാണല്ലോ, ഇനി ഞങ്ങളുടെ കൊച്ചിനി എന്ന് വരാനാ, ഇനി നമുക്ക് എപ്പോഴും ഇതേപോലെ കൂടാൻ പറ്റില്ല, ഭയങ്കര കെയറിങ് ആയിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇവർക്കൊക്കെ നമ്മുടെ അടുത്ത് ഇത്രയും ഇഷ്ടമുണ്ടോ എന്ന് വിചാരിക്കുന്ന അപ്പോഴാ. സീരിയസ്ലി ഞാൻ പോലും ഇങ്ങനെ ഓർത്തിട്ടുണ്ട് ചാച്ചനൊക്കെ മാറ്റി. ചാച്ച ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കണം. അതിപ്പോ എന്തോരം ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡിനോടായിക്കോട്ടെ, ആരോടാണെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കണം. നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് നമ്മളങ്ങ് ചത്തുപോയി. എന്ത് ചെയ്യും? ആരെങ്കിലും അറിയോ ഇഷ്ടമായിരുന്നെന്ന്? അറിയത്തില്ല. അപ്പൊ നമ്മളുള്ള കാലത്തെങ്കിൽ എല്ലാവരെയും നമുക്കിഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ട് ജീവിക്കാം. അപ്പൊ അങ്ങനെ പോയി. ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനി, വെള്ളം അടിക്കണോ. പിന്നെ ഇതിലും രസം, എൻ്റെ ഫാമിലിയില് എല്ലാവരുടെയും സീക്രട്ടുകൾ അറിയാമെങ്കിൽ അതെനിക്കും. എൻ്റെ സീക്രട്ടുകൾ വളരെ കുറച്ച് പേർക്കും അറിയാവുന്ന കാര്യം. കാരണം ഞങ്ങള് കസിൻസ് ആണെങ്കിൽ പോലും ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞങ്ങൾക്ക് എന്തും പറയാം. അല്ലെങ്കിൽ ചേട്ടായി ഇന്ന് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചേട്ടായി ഞങ്ങൾ ഒരുമിച്ച് വായ നോക്കും. ഇപ്പൊ അവന്മാരുള്ളപ്പോ ഇത് പോകുന്ന പെൺകുച്ച നോക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് നോക്കും. അവന്മാർ നല്ല ആമ്പിള്ളേരെ കാണുമ്പോൾ ഞങ്ങൾക്കും കാണിച്ചു തരും. പക്ഷെ അയ്യോ എൻ്റെ ചേട്ടായി ആണല്ലോ, അല്ലെങ്കിൽ അയ്യോ എൻ്റെ ആങ്ങളയാണല്ലോ, എൻ്റെ അനിയനാണല്ലോ, ഇവരുടെ മുമ്പിൽ എങ്ങനെ ഞാൻ വായി നോക്കും, അശോ എന്ത് പറയും, ഇങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല. എല്ലാത്തിനും എല്ലാവരും സപ്പോർട്ടാ. അതാണ് ഏറ്റവും രസം. ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടുകാരെ. അതായത് നമ്മൾ എപ്പോഴും ഒത്തുകൂടുന്നു, ഭയങ്കര അടിപൊളി ഫാമിലി. അവിടെ ഞങ്ങളുടെ നാട്ടില് എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. കാരണം ആ പ്രദേശത്ത് വേറെ ആരും ഇതേപോലെ ഒത്തുകൂടുന്ന ഒന്നും കണ്ടിട്ടില്ല. ഭയങ്കര കാര്യം എല്ലാവർക്കും. കാരണം എല്ലാവരും പറയും ഏത് ആഘോഷമാണെങ്കിലും പാറേക്കര ലീലാമ്മ ചേച്ചിയുടെയും കുഞ്ഞപ്പേട്ടന്റെയും മക്കളും പിള്ളേരും എല്ലാവരുമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയായിട്ട് ഇവിടെ ഉണ്ടാകുന്നു. അത് സത്യമാട്ടോ. പിന്നെ എല്ലാവരും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോയെങ്കിലും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നേരെ തിരിച്ച് എൻ്റെ പപ്പയുടെ ഫാമിലി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ 4 ആൺപിള്ളേരാണ്. പിന്നെ കുഞ്ഞുമിച്ചി, അച്ചാച്ചൻ, ഇപ്പൊ 2 പേരും മരിച്ചു പോയിട്ടോ. ബാക്കി എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുഞ്ഞുമിച്ചി എന്നെ ചിപ്പാച്ചി എന്നാ വിളിക്കത്തുള്ളൂ. എന്തെങ്കിലും ചിപ്പാച്ചി ഒന്നുമല്ല, ചിപ്പാണ്ടി ഇങ്ങ് വാ. കുഞ്ഞുമിച്ചി എപ്പോഴും പറയും. കുഞ്ഞുമിച്ചിയിലെ എല്ലാവരും എന്നെ അറിയുന്നവർ പറയും നീ ശരിക്കും മുതുവനൊക്കെ മോനിക്ക തന്നെയാന്ന് പറയും. കാരണം അമ്മ ഭയങ്കര രസമാ. അമ്മ ഇങ്ങനെ ആർക്കും താന്നു പണി അങ്ങനെ നിൽക്കത്തില്ല. ഒറ്റ സ്റ്റാൻഡപ്പ് പുള്ളിക്കാരത്തേക്ക്. ഇഷ്ടപ്പെട്ടില്ല ആരെന്ത് വിചാരിക്കേ ഇച്ചിരി ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ഇച്ചിരി തൻ്റെ ഉള്ള ആള് അങ്ങനെ ആയിരുന്നു. പിന്നെ ഈ 4 ആൺപിള്ളേരൊക്കെ മേയ്ക്കണ്ടേ, എന്ത് കഷ്ടപ്പാട്. 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തിനെ മേയ്ക്കണമെങ്കിൽ എന്ത് പരിപാടി പെട്ടാലോ. കുഞ്ഞുമിച്ചി ഇച്ചിരി ചൂട് ക്യാരക്ടർ എന്നല്ല, ഇച്ചിരി ബോൾഡ് ക്യാരക്ടറായിരുന്നു. അച്ചാച്ചൻ നേരെ തിരിച്ചു ഭയങ്കര പാവം. കാരണം ഭയങ്കര സൈലന്റ് ആണ് അച്ചാച്ചൻ. എനിക്ക് ഈ 2 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് കുഞ്ഞിലെ അവിടുന്ന് പോന്നാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങള് അമ്മയുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ടെങ്കിലും ഇവിടെ പോകാൻ നോക്കും. കാരണം അവിടെയും പിള്ളേരെല്ലാരും ചേട്ടന്മാരാരും എന്താ പറയാ അങ്ങനെ വരാറില്ല. വന്നാ അടിപൊളിയായിരിക്കും. പിന്നെ പപ്പയുടെ ഇളയ അനിയൻ ഉണ്ടായിരുന്നു. ആ അനിയൻ ഭയങ്കര രസമാണ്. പാപ്പാപ്പി ഞാൻ വിളിക്കുന്ന പാപ്പാപ്പി എന്നാണ്. പാപ്പാപ്പി ഭയങ്കര രസമാണ്. കാരണം ക്രിസ്മസ് ഒക്കെ ആകുമ്പം വൈകുന്നേരങ്ങളിൽ ഞാൻ ചെല്ലാൻ വേണ്ടി ഇരിക്കും.
ഞങ്ങളെല്ലാവരും കൂടി പുൽക്കൂട് ഉണ്ടാക്കുക. ആ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നതിനൊക്കെ സമ്മാനമുണ്ട്. അപ്പൊ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ടെല്ലാം മേടിച്ചു വെക്കുമല്ലേ, ആ സമയത്ത് അവിടെ എല്ലാം ഉണ്ടാക്കുക. ഞങ്ങൾ പോയി മണല് വാരി എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഞങ്ങൾക്ക് പുൽക്കൂടിന് പലപ്പോഴും ഫസ്റ്റ് കിട്ടിയിട്ടുമുണ്ട്. ആ സമയത്തും വീട്ടിൽ പനയുണ്ട്. അപ്പോൾ ചെത്തുകാരൻ വരും. രാവിലെ പന ചെത്തുമ്പോൾ ഒരു കൂടം കള്ള് വെച്ചിട്ടുണ്ടാവും. ആ കള്ള് രാവിലെ ഒന്ന് വെറുമേറ്റി കുടിക്കണം. ഭയങ്കര രുചിയാ. നിങ്ങൾ വിചാരിക്കും ഈ പെങ്കൊച്ച് ഇത്ര വലിയ കള്ളുകൂടി, അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര രുചിയാണ് ആ കള്ളു കുടിക്കുന്നതിന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കുശലം പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് കൂടി അങ്ങനെ അവിടെ ആഘോഷിക്കും. പക്ഷെ ഇത്രയും ഓണം വെപ്പ് അവിടെ ഇല്ല. പാപ്പാപ്പി ഉണ്ടെങ്കിൽ ഓണം വെപ്പ് ഉണ്ടാവും. കാരണം പുള്ളി ഇങ്ങനെ എല്ലാത്തിനും കൂടുന്ന ടൈപ്പ്. അതായത് എന്തുണ്ടാക്കണമെങ്കിലും പറക്കണമെങ്കിലും പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, പാപ്പാപ്പി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം, വാ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഈ ഒരു മൈൻഡാണ് പുള്ളിക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ കൂടെ കൂടും. പിന്നെ ചെറുപ്പത്തിൽ മൊത്തം ഞാനോട് എപ്പോഴും അപ്പോൾ പറയും, നീ എന്റെ 2.5 വയസ്സ് തൊട്ട് ഞാൻ മാറി കിടക്കാൻ പഠിച്ച ആള്. എനിക്ക് കൂടെ ആരും കിടത്താൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ മാറി കിടക്കാൻ പഠിച്ചപ്പോ തൊട്ട് ഈ ചെറുപ്പത്തില് എനിക്കിങ്ങനെ തപ്പി നോക്കുന്ന ശീലമുണ്ട്. അതായത് എനിക്ക് അപ്പയുടെ അമ്മയുടെ അടുത്തുനിന്ന് മാറി കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറക്കത്തിൽ തപ്പി നോക്കും. എന്റെ അപ്പയ്ക്ക് തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പി തപ്പി തലയ്ക്ക് എന്ന് കഴിയുമ്പോൾ മുടിയില്ലെങ്കിൽ ഞാൻ അപ്പം അവിടെ കിടന്ന് കരയും. ഇതാണ് എന്റെ സ്വഭാവം. അപ്പൊ തന്നെ എന്റെ അടുത്ത് എല്ലാരും പറയാറുണ്ട്, നീ എന്തുവാ ഇങ്ങനെ എന്ന് ചോദിക്കും. കാരണം ഒരപ്പയ്ക്കും അമ്മയ്ക്കും ഇപ്പൊ അമ്മയ്ക്ക് പലപ്പോഴും അത് അമ്മേനായിട്ട് ആശുപത്രി പോകേണ്ടൊക്കെ വന്നിട്ടുണ്ട്. ആശുപത്രി പോകേണ്ട വരുന്ന സമയത്ത് പോലും കൈയുള്ളി ആശുപത്രി പോകേണ്ട സമയത്ത് പോലും ഞാനായിട്ട് മാറി എന്നെ എങ്ങനെ കിടന്നുറങ്ങുവാണെങ്കിൽ എന്നെ ചിലപ്പം അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടിട്ടായിരിക്കും ഒരു ആശുപത്രി. ഞാൻ ഉറക്കത്തിൽ കിടന്ന് തപ്പി നോക്കുമ്പോ അപ്പയമ്മയില്ല, ഒറ്റ കാർച്ചയാ. പിന്നെ അവര് വരെ ഞാൻ നോക്കിയിരിക്കുക. ഇത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പപ്പയുടെ വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞില്ലേ, പാപ്പാപ്പി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര കാര്യമാണ് വീട്ടിൽ പോകാനായിട്ട്. പിന്നെ അച്ചാച്ചനും കുഞ്ഞുമിച്ചി. അപ്പൊ ഭയങ്കര കാര്യമായിട്ടിരിക്കുമ്പം ഞാനിങ്ങനെ പോകും. തന്നെ മാറി കിടക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് പോയി നിൽക്കുന്ന നല്ലവളായ കുട്ടിയാണ്. അപ്പം എന്നെ ഇവിടുന്ന് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ അപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് ബസ് കയറ്റി വിടും. ഞാൻ അവിടെ ഡ്രൈവറായിട്ട് എന്നുവെച്ചാൽ ഒരു 3 വയസ്സേ ഉള്ളൂ. എല്ലാവരുമായിട്ട് ഭയങ്കര, നമ്മുടെ നാട്ടിലെ ബസ്സല്ലേ, എല്ലാവരുമായിട്ട് കമ്പനിയാണ്. അപ്പം ഇവരെന്നെ ഇങ്ങനെ കയറ്റി വിടും. ഞാനതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കമ്പനി അടിച്ച് പോകും. പകുതി എത്തുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഡ്രൈവറേട്ടനൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ എടുത്ത് മര്യാദയ്ക്ക് ആ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിൻ്റെ ഇപ്പുറം ഒരു സൈഡ് ഉണ്ടാവും, അവിടെ ഇരുത്തും. ഞാൻ ചെല്ലുമ്പോഴത്തേനും കറക്റ്റ് പാപ്പാപ്പി അല്ലെങ്കിൽ അച്ചാച്ചൻ വന്ന് നിൽക്കും, എന്നെ എടുക്കും. ഞങ്ങൾ വർത്താനം പറഞ്ഞ് അന്ന് കുറേ നടക്കണം വീട്ടിലേക്ക്. റോഡും കാര്യങ്ങളും ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു ഡാം അവിടുന്ന് ഇറങ്ങി കനാല് വഴി നടന്ന് കയറി കുറേ ദൂരം നടന്നിട്ട് വേണം വീട്ടിൽ ചെല്ലാൻ. അപ്പം ഇങ്ങനെ എന്നെ തലയ്ക്ക് മേളിൽ കയറ്റി വെച്ച് ഞാൻ പാപ്പാപ്പിയും വർത്താനൊക്കെ പറഞ്ഞ് പോകും. രാവിലെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാത്രിയെന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കിടന്ന് കരയും. എനിക്ക് അപ്പേനെയും അമ്മേനെയും കാണണം. മാറി കിടക്കുന്നതിന് വിഷയമില്ല, പക്ഷെ എനിക്ക് അപ്പേനെയും അമ്മേനെയും കാണണം. അങ്ങനെ കരഞ്ഞെറിഞ്ഞ് ഈ പാതിരാത്രിക്കൊക്കെ അപ്പയും അമ്മയും വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട്. എന്ത് കഷ്ടമല്ലേ. നമ്മുടെ അരപ്പ് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും എൻ്റെ അമ്മ ഇങ്ങനെ കറികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷെ അമ്മ അതിനകത്ത് വെറൈറ്റി നോക്കും. എപ്പോഴും എൻ്റെ അമ്മയുടെ പ്രത്യേകത അതാ. അമ്മ നന്നായിട്ട് എല്ലാ കറിയും ഉണ്ടാക്കിയാലും അമ്മ പുതിയ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാട്ടോ എൻ്റെ അമ്മ. അപ്പൊ പിന്നെ കുറച്ചെടുത്ത് നമുക്ക് വറക്കാനും കൂടി മാറ്റി വയ്ക്കാം. ഇത് മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മതി. എന്നിട്ട് ഈ അരപ്പിനെ നമുക്ക് ഇനി കൈ വെച്ചിട്ടെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ. അപ്പൊ പിന്നെ നമ്മള് അയ്യോ വീഡിയോയ്ക്കാണല്ലോ, അപ്പൊ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നേക്കാളും ഭേദം എന്താ ഇങ്ങനെ തന്നെ ചെയ്യുന്ന. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ മീൻകറിക്ക് എണ്ണ കൂടുതൽ വേണം. കാരണം കുത്തണം, ചുമക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ അരപ്പ് കിടന്ന് ഭയങ്കരമായിട്ട് വരണം. ഞാൻ എത്ര നോക്കിയാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ആവില്ല, എന്നാലും ഒരു ശ്രമം. ഈ അരപ്പിന് കുറുകി നമ്മൾ ഇതിനകത്ത് എണ്ണ ചേർത്ത് എണ്ണ തെളിച്ച് വരണം എന്നല്ല, എന്താ പറയാ,
തെളിഞ്ഞു വരണം, അതാണ് കറക്റ്റ്. ഈ സാധനം ഇനി നമ്മളിങ്ങനെ കുറുക്കി 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 കൊണ്ടുവരും. എണ്ണ തിളഞ്ഞു വരണം, എന്നിട്ട് നമുക്ക് കറി വയ്ക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വീട്ടിൽ പോയി നിൽക്കും ഞാൻ. ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെ അയ്യോ എനിക്ക് പപ്പയുമില്ല, പറ്റത്തില്ല, ഇങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ പ്രവൃത്തി കാണിക്കാറുണ്ട്. കാരണം ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കൊച്ച. അത് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറഞ്ഞ, സാധാരണ ഈ ഒറ്റ പിള്ളേർക്ക് ഒരു പ്രശ്നം, കാരണം ആരും കമ്പനി ഇല്ല, അപ്പം എങ്ങനെയായിരിക്കും, വർത്താനം പറയാൻ ആരുമില്ല, അതുകൊണ്ട് അവര് ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാ. കാരണം ഞാൻ എല്ലാവരുടെയും കൂടെ വളർന്നേക്കുന്നത്. എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ വളരുന്ന സമയത്ത് മൊത്തം അവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതായത് തന്നെയാണ്, അതുകൊണ്ട് ആരും ഇല്ല, ഞാൻ എന്നാ ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ എവിടെ വിടലും ഭയങ്കര ധൈര്യമാണ്. കാരണം എങ്ങനെ പോയാലും ഞാൻ തിരിച്ചു വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്നോട് എപ്പോഴും പറയും. എൻ്റെ അമ്മ സത്യം ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര തൻ്റെയിടം കാണിച്ചാലും എൻ്റെ അമ്മ ഭയങ്കര പാവമാണ്, ഭയങ്കര പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. പണ്ട് ഞങ്ങൾ താമസിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിൽക്കുക. അപ്പം കുക്കറിൻ്റെ മറ്റേ വിസിൽ ഊതുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ തള്ളിപ്പോയിട്ട് ഞാനും അപ്പയും കൂടി TV കണ്ടോണ്ടിരിക്കുക. അടുക്കളയിൽ നിന്ന് ഭയങ്കര ഒച്ച. അമ്മയുടെ ഒരു വിളിയുണ്ട്, ചേട്ടായി എന്നും പറഞ്ഞ്. ഞാനും അപ്പയും കൂടി ഓടി ചെന്നിട്ട് നോക്കുമ്പോൾ അടുക്കള ഫുള്ള് പുകമയോ, ഒന്നും കാണത്തില്ല. ഇനി അമ്മയ്ക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അമ്മ ഒറ്റ വിളിച്ചു. അമ്മയുടെ വിളിക്ക് ഞങ്ങൾ ഓടി ചെല്ലുന്നു. ഗ്യാസിന്റെ മണം വരുന്നു, ഗ്യാസ് കത്താനുള്ള ഭയങ്കര പ്രശ്നം. ഞാൻ പുറകെ ഓടി ചെല്ലുമ്പോൾ അപ്പേനെയും കാണുന്നില്ല. സംഭവം എന്നാന്ന് വെച്ചാൽ ഇതിന്റെ വിസിൽ ഊരിപ്പോയിട്ട് ചോറിട്ടേക്ക് വരുന്നു. വെള്ളം മൊത്തം തെറിച്ച് വന്നോണ്ടിരുന്നു വിസിൽ ഊരിപ്പോയിപ്പോ. അപ്പൊ ഇതിനകത്തൊന്നും കാണാതെ അപ്പ ഓടി ചെന്നപ്പോ അപ്പ വെള്ളത്തിൽ ചവിട്ടി വീണിട്ട് അടുക്കളയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തെന്നിപ്പോയി. ഞാൻ ചെല്ലുമ്പോ പുക ഇത് മാത്രമേ കാണുന്നത്, ഞാൻ കാണുന്നില്ല, അമ്മേനെ കാണുന്നില്ല. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോ അപ്പ എഴുന്നേറ്റ് വന്ന് ഒരു തുണി ഇട്ട് മൊത്തത്തിൽ മൂടി വെച്ചു. എന്നിട്ട് ഞങ്ങൾ അമ്മേനെ നോക്കുമ്പോ അപ്പറേ കുറെ ദൂരത്തിന് അപ്പുറം പോയിട്ട് ഗ്യാസ് ഏജൻസി ഉണ്ട്, അതിന്റെ മുമ്പിൽ നിന്നിട്ട് നോക്കും. എന്നിട്ട് ഒച്ചയൊന്നും കേൾക്കാതെ ഇപ്പൊ തിരിച്ചു വരും ആള്. എന്താ പറ്റിയെന്ന് അറിയാൻ കേട്ടോ, എന്തായാലേ. എന്നിട്ട് ഞങ്ങള് ഓഫ് ചെയ്തു. അപ്പയുടെ മേല് മൊത്തം പൊള്ളി. പക്ഷെ അതിനകത്തൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്റെ മേല് ഫുള്ളായിട്ട് പൊള്ളിയിട്ടുണ്ടാവും. അപ്പയുടെ മേത്ത് നിറച്ച് രോമ. അപ്പൊ പിന്നെ പൊള്ളിയത് അറിയാനില്ല, പാവം. നല്ല രസം കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ ലൈഫ്, നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് കുഞ്ഞിലേ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്, അതാണ്. ഒരിക്കലും അല്ല. നമ്മൾ എപ്പോഴും ചെറുതായിട്ടിരിക്കുന്നത് അതാണ് ഏറ്റവും നല്ല കാലം. ഞാൻ പഠിച്ചൊരു കാര്യം അതാ. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ ആ കുഞ്ഞിലത്തെ ഇത് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും നമുക്കൊന്നും കിട്ടാൻ പോകില്ല. അയ്യോ. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളുള്ള സമയത്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ എന്റെ അമ്മയൊക്കെ നോക്കുമ്പോ എന്റെ കൊച്ചു വളർന്നു വലിയ ആളായി, സ്വന്തമായിട്ട് അടുക്കളയിലൊക്കെ കയറി കുക്ക് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെയായിരിക്കും. പിന്നെ അവരുണ്ടല്ലോ എല്ലാത്തിനും സപ്പോർട്ടാ, എന്ത് കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാ. ഞങ്ങളുടെ അവിടെ പള്ളിപ്പെരുന്നാള്, 2 പള്ളി, മെയിൻ പള്ളിപ്പെരുന്നാള് ഭയങ്കര രസമാണ്. ആ നാട്ടിലെ എല്ലാവരും കാണും. അടിമാലില് സെന്റ് ജൂഡ് പള്ളി, പിന്നെ സെന്റ് ജോർജ് യാക്കോബിറ്റ പള്ളി, ഇത് രണ്ടും ഭയങ്കര ഫേമസ് അവിടുത്തെ പരിപാടികൾ. ആ 2 പെരുന്നാളിന് ഞങ്ങള് അമ്മ യാക്കോബിറ്റും അപ്പ റോമൻ കാത്തലിക്കുമാണ്. അപ്പോൾ എനിക്ക് ഈ 2 പള്ളിയിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പള്ളി പോകലും മാത്രമല്ല അവരുടെ പ്രാർത്ഥനയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ 2 പോകും. അപ്പൊ 2 പള്ളിയിലെ പെരുന്നാളിനും ഞങ്ങൾ പോകും. ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ആ പള്ളിയിലെ ആ അടിമാലിലുള്ള എല്ലാ ആൾക്കാരും കാണും. അവിടെ ഭയങ്കര ജനമായിരിക്കും. അതുപോലെ അടിമാലിലെ ശിവക്ഷേത്രം, ഈ ശിവരാത്രിയുടെ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തില് ഉറക്കൊളച്ചിരുന്നിട്ടുണ്ട്. എന്താവശ്യത്തിന് ഒന്നുമല്ല, അവിടെ എല്ലാ പരിപാടിയും ഉണ്ട്. ആ എല്ലാ പരിപാടിക്കും ഞങ്ങൾ പോകും.
ഓർക്കളച്ചിരിക്കും, ഞങ്ങളിങ്ങനെ കാണും. ഭയങ്കര രസം. കാരണം അതൊക്കെ ഒരു രസമാണ്. നമുക്കൊരിക്കലും കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും അതേപോലെ പോയിരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ജോലിയായിട്ട് വേറെ സ്ഥലത്തായി, നമ്മൾ വല്ലപ്പോഴും വീട്ടിൽ പോകുന്നു, എന്നും പോകുന്ന നമ്മളിപ്പോൾ വല്ലപ്പോഴും വീട്ടിലേക്ക് മാസത്തിലൊന്ന് പോയി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവുമോ? ഭയങ്കര പാടായിരിക്കും ഇതുങ്ങളെ ചുമന്ന് കെട്ടി പോകണം. അപ്പം നമ്മളൊക്കെ പേരൻസ് എന്ത് നല്ല ആൾക്കാരായിരുന്നു. അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനും. എൻ്റെ അമ്മയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം അവർ കഷ്ടപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ അവരിങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഞാൻ ചത്ത്. കാരണം എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ എന്തോരം വേണമല്ലോ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അവർ സഹിച്ച് നിന്നോലും ഒരിക്കലും സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചോട്ടെ അതിൻ്റെ ഇടയ്ക്ക്. കാരണം കരിഞ്ഞു പോയാലോ വർത്താനം പറയണ ഇടയ്ക്ക്. ഇനി ഇത് തിളക്കട്ടെ. അപ്പം എൻ്റെ അമ്മ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ എന്ത് കാര്യത്തിനും എന്നെ വിടും. അതായത് ഒരു മടിയില്ല. അപ്പം പറയും ഇവളല്ലേ, ഇവള് പോയിട്ട് വരട്ടെ, കുഴപ്പമില്ല. അമ്മ തിരിച്ച് അയ്യോ ചേട്ടാ ഇത്രയും സമയമില്ലേ, കൊച്ചു പോയിട്ട് എന്തായി, എങ്ങനെയായി, ആ ഒരു സെറ്റപ്പാണ്. നമ്മുടെ അമ്മമാരെല്ലാം അങ്ങനെയാന്നേ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശീലാമ്മയ്ക്ക് മനസ്സിലായി ഇവിടെ എവിടെ പോയാലും ജീവിച്ചോളും. കാരണം അതിനുള്ളതൊക്കെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവമായി. ഇതേപോലെ ഒരു ദിവസം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് ഞാൻ പള്ളിയിൽ പോയിട്ട്, ഞാൻ ഭയങ്കര, എൻ്റെ കുഞ്ഞിലത്തെ കാര്യം കേട്ടോ, ഞാൻ ഭയങ്കര എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകുന്ന ആള്. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, എല്ലാ നോമ്പും എടുക്കും. നോമ്പെടുക്കുന്നതിന് ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ് 8 നോമ്പ് തൊട്ട് 50 നോമ്പ് വരെ എല്ലാ നോമ്പും എടുക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അങ്ങനെ ഒരാളപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്കുന്ന് കുറേ ദൂരമുണ്ട് പള്ളിയിലേക്ക്. അപ്പം നടന്നാ പോവാം. അങ്ങനെ നടന്നു പോകുന്ന ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറുക്ക് വഴി കയറി വീട്ടിലേക്ക് എത്താം, ടൗൺ ഫുള്ള് ചുറ്റണ്ടാന്ന് ഓർത്തിട്ട് അങ്ങനെ കയറി വരിക. അപ്പം സിറ്റിയിൽ നിന്ന് മാറി ഇടവഴിയിലേക്ക് കയറിയിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു 50 മീറ്ററിലാണ് വീടുള്ളൂ. പിന്നെ കുറേ ഏരിയയിലേക്ക് വീടോ കാര്യങ്ങളൊന്നും ഇല്ല, കാട് പിടിച്ചോലെ കിടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചേട്ടൻ പുറകെ വന്നു. ഇച്ചിരി എന്താ പറയാ, കൊടംപുളി ഇട്ട് കൊടുത്തു. അപ്പം ഒരു ചേട്ടൻ പുറകെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇടവഴിയല്ലേ, എല്ലാവരും കയറി പോകുന്നതായിരിക്കും. അപ്പം ഞാനത് ഒന്നും ഓർക്കാണ്ട് ഞാനിങ്ങനെ നടന്നു വരിക. നടന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഈ വീടുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആള് കയറി ഫ്രണ്ടിൽ വന്നു. എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട്. എന്നെക്കാളും നല്ല ഹൈറ്റാണ്. ഞാൻ കുരുട്ടടക്കാണ്, ഇപ്പോഴും കുരുട്ടടക്കാണ്. അപ്പം എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. ഭയങ്കര സ്മെല്ല്. അത് വെള്ളം അടിച്ചതിൻ്റെ ആണോ ചാരായത്തിൻ്റെ ആണോ ഇനി സിഗരറ്റിൻ്റെ ആണോ എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര ഒരു സ്മെല്ല്. എൻ്റെ ആകെ ഉള്ളത് ഒരു കുട മാത്രം. അപ്പം എൻ്റെ അടുത്ത് പുള്ളി അനാവശ്യമായിട്ടൊരു കാര്യം ചോദിച്ചു. അപ്പം ഞാൻ ഈ തന്നെയല്ലേ ഉള്ളു, എന്താ ചെയ്യുന്നത്, ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ എനിക്കത് പുറത്ത് കാണിക്കാൻ വയ്യ. ഞാൻ കുടയെടുത്തിട്ട് ഒറ്റയടി അടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഒച്ചയ്ക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം അപ്പേനെ അറിയുന്ന ഒരു ചേട്ടൻ പുറകെ ഉണ്ടായി. പുള്ളി ഓടി വന്ന് ഫ്രണ്ടിൽ വന്നു. എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പുള്ളി നോക്കിയ വഴി ഇയാൾ ഒറ്റ പോക്കങ്ങ് പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഇയാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ആങ്ങള് എൻ്റെ കൂടെ ഉണ്ട്. അതായത് എൻ്റെ കസിൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുക. അപ്പം ഞാൻ അവനെ വിളിച്ചു. അവനാണെങ്കിൽ ഫോൺ എടുക്കണില്ല. പിന്നെ ഞാൻ അപ്പേരെ വിളിച്ചു. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സാധാരണ പെൺമക്കള് അമ്മമാരോടായിരിക്കും എല്ലാ രഹസ്യങ്ങളും പറയുക. പക്ഷെ ഞാൻ തിരിച്ചാ, എനിക്ക് ഒരു നാണോ ഒന്നുമില്ല. ഞാൻ എൻ്റെ അപ്പയുടെ അടുത്ത് എല്ലാം പറയും. ഞാൻ പറഞ്ഞു അപ്പ അയാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പ എവിടെയാ അപ്പ വരുമെന്ന് ചോദിച്ചു. വിളിച്ചു വെക്കുമല്ല, പാഞ്ഞ അപ്പ വന്നു. എവിടെയാന്ന് ചോദിച്ചു. ദേ പോകുന്നതാന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു കൊച്ചിനെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന കണ്ട് അവൻ എന്തോ പറഞ്ഞു പോയി. ഞാൻ വന്നപ്പോഴത്തേനും അവർ ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ കേറാൻ പറഞ്ഞു, കേറി പുറകെ പോയി. പിന്നെ ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പ ആരെയും അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല.
അന്ന് ഞാൻ കണ്ടു അപ്പനെക്കാളും ഹൈറ്റ് ഉണ്ട്. കേറി വന്ന ഒരു ജീപ്പിന്റെ നേരെ ജീപ്പ് വന്നു. അപ്പ അയാളെ പിടിച്ച് തള്ളി ജീപ്പിന്റെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് കവള് ചേർത്തിട്ട് നല്ല അടി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണാം. കാരണം എന്റെ അപ്പ ഇങ്ങനെ അടിക്കുന്ന കണ്ടിട്ടില്ല. എന്റെ അപ്പ എന്റെ ഹീറോയാണ്, പക്ഷെ എന്റെ അപ്പ ഇങ്ങനെ ആരെയും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പരമാവധി അപ്പ അങ്ങനെ ആരെയും അടിക്കത്തുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോ ഇതെന്താ സംഭവം, അപ്പ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേട്ടൻ, അതായത് ആ ജീപ്പിന്റെ ഓണർ വിചാരിച്ചത് എന്തോ വലിയ തർക്കത്തിന്റെ അകത്ത് എന്താന്ന്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ ഇവിടെയല്ല തീർക്കേണ്ടത്, നിങ്ങൾ വേറെ എവിടെയും പോയി തീർക്കുന്നൊക്കെ പറഞ്ഞു. അപ്പത്തേനും അപ്പ പറഞ്ഞു പോയ എന്റെ കൊച്ചിനെ ഇവനിങ്ങനെ അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അന്നാ പിടിച്ച് കൊടുക്കേട്ടാ. അപ്പൊ അയാളുടെ അരയെന്നൊക്കെ കുപ്പി അടി വരുവാ. എത്ര കുപ്പിയാന്നറിയാവോ? ഇത്രയും നീട്ടുള്ള കുപ്പികൾ അരയുന്ന പട്ടച്ചാരായാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നിട്ട് അവിടെ വന്ന് എല്ലാരും കൂടി എടുത്ത് കൊടുത്തു. പുള്ളിയുടെ മുഖമൊക്കെ ചുമന്ന്. പിന്നെ ഞാൻ ആ ചേട്ടനെ ഇന്ന് വരെ കണ്ടു. എന്നിട്ട് എന്റെ അമ്മയോട് ഈ വിവരം പറഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ നിസ്സാരമാക്കി വിട്ടു. എന്റെ അമ്മ ഇരുന്ന് കരച്ചില്. അമ്മ എല്ലാരും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ വന്നു, എന്നെ പറ്റിയെന്ന് അറിയത്തില്ല, എനിക്ക് പേടിയാവും, അവള് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് വഴക്കു പറയാ, നീ ഇനി മേലെ ആ വഴിക്ക് പോവരുതെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പം ഒറ്റ കൊച്ച, എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് എനിക്കൊരു സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നമ്മുടെ പേരൻസിനോട് പറയാൻ പറ്റത്ത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. എന്റെ കോളേജ് ലൈഫ് ഒന്നും അത്ര അടിപൊളിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് സ്വന്തം ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഇങ്ങനെ വരത്തില്ലായിരുന്നു, എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു, ഇതെല്ലാം ഞാൻ തന്നെ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ ഞാൻ മഠത്തിലാണ് പഠിച്ചത്. ഈ മഠത്തി പഠിച്ചപ്പോൾ തൊട്ട് എൻ്റെ സ്മാർട്ട്നെസ് ഒക്കെ ഭയങ്കരമായിട്ട് പോയി. അത് മഠത്തി പഠിച്ചതിൻ്റെ കുഴപ്പമില്ല, കുറച്ചും കൂടി നമ്മൾ ഗേൾസ് കുറച്ചും കൂടി വലുതാകുമ്പോൾ ഈ ചെറുപ്പത്തിൽ കാണിക്കുന്ന അത്രയും വികൃതി ഒന്നും ഉണ്ടാവില്ല. അതാണ് സത്യം. അങ്ങനെ നിന്ന് ലാസ്റ്റ് ഞാൻ ഡിഗ്രി വരെ, അതായത് എൻ്റെ വായിൽ കൈയിട്ട് കുത്തിയാൽ പോലും ഞാനൊന്നും പറയത്തില്ല, കരഞ്ഞുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞോട്ടെ ഞാൻ കരയും. അങ്ങനത്തെ സ്വഭാവത്തിലേക്ക് മാറിയായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആക്റ്റീവായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കും തോറും നമ്മുടെ മക്കത്ത് കയറാൻ ആൾക്കാരുള്ളൂ. അപ്പൊ അത് മനസ്സിലായപ്പോൾ ഞാൻ ശരി, ഞാനായിട്ട് മാറേണ്ടതാണ്, ഞാൻ മാറിയേ പറ്റൂന്നും പറഞ്ഞു ഞാനൊരു മാറി. അന്ന് പ്രശ്നം ഉണ്ടാക്കി എല്ലാവരെയും ഞാൻ ചീത്ത വിളിച്ചു. അതെന്റെ HOD ഒക്കെ ഉണ്ട്, സാറുമാരുണ്ട്, സാറുമാരുടെ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെയുണ്ട്. ആ സമയത്താണ് ഞാൻ വിചാരിച്ചേ എന്നെ കൊണ്ട് ഇതും പറ്റൂലേന്ന്. പിന്നെ ഞാൻ ബോൾഡായി തുടങ്ങി. ഓവർ ബോൾഡ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും വരുമ്പോൾ ഉള്ളി പേടി ഉണ്ടെങ്കിലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചൊക്കെ എന്താ പറയുന്നത്, ഒരു അത്യാവശ്യം തൻ്റെ എവിടെ പോയാലും നിൽക്കാം, നമുക്ക് നമ്മുടെ നാക്കുണ്ട്, ഓക്കെ, നമുക്ക് ഇപ്പം ഞാൻ അത്ര വലിയ ആളാ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടെങ്കിലും ഞാൻ പരമാവധി അത് പുറത്ത് കാണിക്കാൻ ശ്രമിക്കില്ല. ഞാൻ ഭയങ്കര ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആളാണ്. എന്താ ചെയ്യണം എന്നറിയത്തില്ല. ഇപ്പൊ പോലും അതെ, നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു, ഞാൻ ഇങ്ങനെയാ, നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഈ കാര്യത്തിൽ നിന്നാണെങ്കിൽ ഞാൻ അവസാനിപ്പിന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ അത് അഡ്വാൻറ്റേജ് ഒക്കെ എടുത്ത് സംസാരിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട് കേട്ടോ. മിസ്യൂസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഞാൻ പഠിച്ച വേറൊരു കാര്യം, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ കയ്യിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ച് എപ്പോഴും കോൾ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പ്രകടിപ്പിക്കും. അതായത് അവരെൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് അത് പ്രകടിപ്പിക്കും. എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. എനിക്കല്ലാതെ എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളങ്ങനെ മാറും. എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കുന്നേക്കാളും ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫ്രണ്ടിൽ അവരുണ്ടോ ആ സമയത്ത് നമ്മൾ അടിപൊളിയായിരിക്കും. കാരണം അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും, ഇവള് നമ്മള് വരുമ്പോ കാണിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോ ഇവള് വിളിക്കാറില്ല. അങ്ങനെ പോയ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഇതാണ് സംഭവം. നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കണം എന്നില്ല ഇഷ്ടം കാണിക്കാൻ. അവരുള്ളപ്പോൾ പോലും നമ്മളത് പ്രകടിപ്പിക്കാൻ നോക്കിയാൽ മതി. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പഠിച്ചേക്കുന്നത്. കാരണം ഞാനിങ്ങനെ പ്രണയിക്കുന്ന സമയത്ത് പോലും എന്നെ ഫോൺ വിളിക്കുവാണെങ്കിൽ
എല്ലാ ദിവസവും വിളിക്കും, ഒറ്റ കാര്യം ചോദിക്കുള്ളൂ, കഴിച്ചോ, എന്തെടുക്കുക, ക്ലാസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വർക്കിന് പോയോ, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ വന്നു, കട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും നമ്മളെ വിളിച്ചന്വേഷിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കുക. എന്നും പറഞ്ഞ് വേണ്ടാത്ത രീതിയിൽ നിന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര രസമാണ്. കാരണം നമുക്കും ആ ഒരു ഇഷ്ടം കിട്ടും. ഒരു മിനിറ്റ് കേട്ടോ. നമുക്കും ആ ഒരു എന്താ പറയുക സ്നേഹവും ഇതും, കാരണം അവര് നമ്മുടെ കൂടെ ഉള്ളപ്പം അവരിങ്ങനെയാണല്ലോ, ഭാഗ്യം ഒന്നും നമ്മൾ കാര്യമാക്കത്തില്ല. അതാണ്. അപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്, മീനിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എറണാകുളത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു. കാരണം എപ്പോഴും വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചിരിക്കുന്നു, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, ഫുൾ ടൈം വീട്ടില്. അപ്പം അവരെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഭയങ്കര പാടെന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാനത് കാണിച്ചിട്ടില്ല. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പയ്ക്കുണ്ട് ടെൻഷനുണ്ട്, അപ്പയ്ക്ക് ഇല്ലെന്നല്ല. പക്ഷെ എൻ്റെ അപ്പം പുറത്ത് കാണിക്കത്തില്ല. എന്ത് തല പോണ പ്രശ്നമാണെങ്കിലും അപ്പ പുറത്തത് കാണിക്കില്ല. എനിക്കതാണ് പുള്ളിയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. കാരണം നമ്മളോട് പറയാതിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ, അങ്ങനെയൊക്കെ ഓർത്തിട്ടായിരിക്കും പറയാതിരിക്കണേ. പക്ഷെ പറയാതിരുന്നിട്ട് എന്താ കാര്യം? പറയണ്ടേ? ഇത് എന്ത് വന്നാലും പുള്ളി പ്രകടിപ്പിക്കത്തില്ല. എന്ത് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും എൻ്റെ അപ്പൻ്റെ പരിപാടി എന്നാന്നറിയുമോ, ഈ ഒരു കാര്യം സംസാരിക്കത്തില്ല. എനിക്കതാണ് ഏറ്റവും കൂടുതൽ കലി. കഷ്ണം കുറച്ച് വലുതായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കുള്ള ചട്ടിയിൽ ചേരണില്ല. ഇപ്പം ഇത്രയും വെക്കാം അല്ലേ? കഴുകി വെച്ച കഷ്ണം ഫ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയത്തില്ല. ഇനി ഫുള്ളിട്ടിട്ട് ഇതിനകത്ത് തിളയ്ക്കുക എന്ന് ഇട്ട് നോക്കാം. കയറില്ലടോ. അപ്പം നമുക്കിത് ഇത്രയും മതി. അപ്പോൾ പറ്റണ അത്രയും മീനിട്ടിട്ട് ബാക്കി ഞാനിങ്ങനെ ഡപ്പയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വറക്കാം. എനിക്കറിയത്തില്ല നമ്മൾ കഴുകി വൃത്തിയാക്കിയത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണോന്ന്, പക്ഷെ വെച്ച് നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി കുറച്ച് മീൻ വറക്കാൻ വെക്കാം അല്ലേ? ഞാൻ ഭയങ്കര മടിച്ചാന്ന് പറഞ്ഞില്ലേ, പക്ഷെ അതേപോലെ തന്നെയാണ് ഇതും. എയർ ഫ്രയറിൽ മീൻ വെക്കുകയാണെങ്കിൽ എണ്ണ വേണ്ട. എങ്ങനെയുണ്ട്? അതായത് എണ്ണ വേണം അടി പിടിക്കാതിരിക്കാൻ, പക്ഷെ ഇച്ചിരി ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ വറക്കണ എണ്ണയുടെ നല്ലൊന്നും വേണ്ട, പക്ഷെ കരിഞ്ഞില്ല കൂടും കേട്ടോ. ഈ എയർ ഫ്രയറിന് ഒരു കഥയുണ്ട്. അപ്പയുടെയും അപ്പയുടെ ഫ്രണ്ട്സും കൂടി ഇവിടെ എറണാകുളം ലുലുവില് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടം പോന്നതാണ്. അപ്പം ഇവരെല്ലാരും കൂടി ലുലു കയറി. അപ്പൊ സാധനങ്ങൾ എടുത്തെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഓഫർ കിട്ടി. നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് അല്ലടോ, മറ്റേ ലുലു ഇലക്ട്രിക്സ്, അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് വേണം എടുക്കാം. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അപ്പയ്ക്ക് അവിടുന്ന് എയർ ഫ്രയറിൽ വിലക്കുറവുണ്ട്. അപ്പം അപ്പ എന്ത് ചെയ്തു? അതെടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. അത് അവർ ഉപയോഗിച്ചേ ഇല്ല. എന്നിട്ട് ചെന്ന് അപ്പം ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്ത് കഴിച്ചു. പിന്നെ അടുത്ത വരവ് വരെ പുള്ളി അതവിടെ വെച്ചേക്കുക. കാരണം ഞങ്ങൾ ചെല്ലണം. അത് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, അപ്പായും അമ്മയും എന്തുണ്ടാക്കിയാലും, അതായത് വീട്ടിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും ബസ്സിലേൽ ഇങ്ങോട്ട് കൊടുത്തു വിടും. അതാണ് അവരുടെ സ്വഭാവം. കാരണം അപ്പ എന്നെ വിളിച്ചു പറയും, കൊച്ചി ഇന്ന് ഇത് കിട്ടി, നീ എന്നാ വരുന്നേ, എന്നാ പിന്നെ അടുത്ത ദിവസത്തേക്ക് ഇത് എടുത്തു വെക്കാൻ കേട്ടോ, എന്നിട്ട് നീ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യുള്ളൂ അവര്. നമ്മുടെ പേരൻസ് അല്ലാതെ വേറെ ആരാല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ ഞാനും ചെല്ലാൻ കാത്തിരിക്കും. അപ്പയതെ അമ്മയതെ എന്തുണ്ടാക്കിയാലും വിളിച്ചു പറയും, കൊച്ചി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊച്ചിനിത് എങ്ങനെ കൊടുത്തു വിടുന്നേ, അപ്പ അവിടെ ആരും വരുന്നവരില്ലല്ലോ എന്നെ ചിന്നപ്പോ ഞാൻ പറയും, അപ്പ അത് എടുത്തു വെച്ചോ, ഞാൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച വരുമ്പോൾ നമുക്കത് എടുത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അപ്പ കഴിച്ചോ, അത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും നോക്കിയിരിക്കും. പണ്ട് അപ്പയ്ക്ക് ഈ നിങ്ങളുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മുടെ അവിടെയൊക്കെ പങ്ക് കൂടി എന്തെങ്കിലും വെട്ടുമൊക്കെ ചെയ്യും.
അപ്പൊ അങ്ങനെ പങ്ക് കൂടി വെട്ടുന്ന സമയത്ത് ഇവർക്ക് ഒരു ആടിനെ കിട്ടിയത്. അപ്പം ആടിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഇവിടെയാണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പയും അമ്മയ്ക്കും ഭയങ്കര വിഷമം. അശോ പിള്ളേർ ഇവിടെയാണല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അപ്പ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബസ്സില് അവിടുന്ന് തേങ്ങയും മാങ്ങയും എല്ലാം കൊടുത്തു വിടും. അതുപോലെ തന്നെ ഈ സാധനം കൊടുത്തു വിട്ടു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ബസ്സിന്റെ സമയം നോക്കി അവരെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഈ എയർ ഫ്രയർ ചില സമയത്ത് വർക്കാവില്ല കേട്ടോ, ടച്ചാണ് പോലും ടച്ച്. എന്നിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിന്ന് വണ്ടി വരുന്നവരെ നിൽക്കും. നിന്ന് വണ്ടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം മേടിക്കും. എന്നിട്ട് കൊണ്ടുവന്ന് ഒരു ഉണ്ടാക്കലുണ്ട്. അപ്പത്തേനും വിളിക്കും, കൊച്ചേ സാധനം കിട്ടിയോ, ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അതായത് അവിടുന്ന് വേവിച്ച് കറിയാക്കി കൊടുത്തു വിടും. ഇവിടെ വന്നിട്ട് ചെറിയ സവാള ഇട്ട് വഴറ്റി കുറച്ച് കുരുമുളകും കൂട്ടി എടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തുള്ളൂ. ഞങ്ങൾക്കല്ല ആവശ്യമായിരുന്നു. കാരണം ഒന്നും അറിയണ്ട, വീട്ടിൽ നിന്ന് ഒരു പെട്ടി തേങ്ങയായി മാങ്ങയായി ചക്കയായി എന്തുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ പേരൻസ് അല്ലാതെ ആരാണ് നിൽക്കുക. ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിക്കും. എന്നിട്ട് വീഡിയോ കോളൊക്കെ വിളിക്കും. എന്നിട്ട് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കും. അന്തസ്. പിന്നെ അവര് വരും. പറച്ചിലൊന്നുമില്ല, വിളിയും പറച്ചിലൊന്നുമില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ അപ്പയും അമ്മയും കൂടി സ്കൂട്ടിക്ക് വരുമോ ഇങ്ങോട്ട്. രാവിലെ വിളിക്കുക, എവിടെയാ? ഞാൻ പറഞ്ഞു റൂമിലുണ്ട്. എന്നാ വന്ന് വാല് താഴെ വാ. അപ്പോഴാണ് അറിയണ അവര് സ്കൂട്ടിക്ക് ഒരു തോന്നലിന്റെ പുറത്ത് രാവിലെ പോകുന്ന. കാരണം അവരങ്ങനെയാണ്. ഭയങ്കര അടിപൊളി കപ്പിൾസാ. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ റൊമാൻസ് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ അപ്പയുടെ അമ്മയുടെ അടുത്തുനിന്ന്. ഞാൻ അത് കണ്ട പഠിച്ചേക്കുന്നത്. കാരണം അവര് ഭയങ്കര അടിപൊളി കപ്പിളാ. കണ്ണ് വെക്കണ്ട കേട്ടോ ആരും, ഞാൻ കാര്യം പറഞ്ഞ. കാരണം ഭയങ്കര സ്നേഹമാണ് രണ്ടുപേർക്കും. അതെ, എപ്പോ നോക്കിയാലും അമ്മ ചേട്ടായി 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 ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഡിപ്പെൻഡഡ് എന്ന് അങ്ങനെ ഞാൻ പറയില്ല, ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ അവർക്ക് അവരുടേതായ ലോകമുണ്ട്. ഞാൻ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന കണ്ടേക്കുന്ന എൻ്റെ അപ്പയുടെ അമ്മയുടെ അടുത്തുനിന്ന്. അതുകൊണ്ട് ഞാനും എൻ്റെ ലൈഫിൽ അങ്ങനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഭയങ്കര അടിപൊളി ലൈഫാണ് അത്. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരു വിവാഹമൊക്കെ കഴിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. കാരണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് പറ്റണ കാര്യമല്ല. എന്നെയൊക്കെ സംബന്ധിച്ചല്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവം മാറും. പക്ഷെ നമ്മളത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ഒരാളെ മനസ്സിലാക്കിയാ ജീവിക്കുന്നെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ അതായത് ഒന്ന് ഓർത്ത് നോക്കും. ഒരു 10-25 അല്ലെങ്കിൽ ഒരു 28 വയസ്സ് വരെ നമ്മളൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിൽ ജീവിച്ചിട്ടാണ് നമ്മൾ വേറൊരാളുടെ ഫാമിലിയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഞങ്ങൾ ആൺപിള്ളേർക്ക് ഇത് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പറയും ഞങ്ങൾ ആൺപിള്ളേർ എന്താ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ പറ്റല് ഭയങ്കര കുറവാണ്. അത് പെൺപിള്ളേർക്കേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാനല്ലേ? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതായത് നമ്മളിങ്ങനെ കുറെ, നമുക്കൊരു കുട്ടി ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറെ പൈസ ഇങ്ങനെ സ്വൽക്കൂട്ടി, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ടിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുക. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കും. പിന്നെ നമുക്കൊരു തിരിച്ചറിവ് വന്നിട്ട് അയ്യോ ഇത്രയും കാലം നമുക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇനിയെങ്കിലും ജീവിക്കുക എന്ന് പറയുമ്പോൾ നടക്കൂല. വെറും തോന്നലാട്ടോ അതൊക്കെ. അതുകൊണ്ട് കിട്ടണ സമയം നന്നായിട്ട് അങ്ങ് ജീവിക്കുക. കൈ എന്തോ പോയി. അപ്പൊ ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ. അവിടെ മീൻ വെച്ചിട്ടുണ്ട്, ഇനി ചോറ് വെക്കണം. അപ്പൊ ടാറ്റാ. അപ്പൊ ദേ നമ്മൾ ചെറുതായിട്ടൊന്ന് കറിപ്പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടോ. കാരണം ചോറ് വെക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചോറ് വെച്ചു, കറി വെച്ചു, മീൻ വറക്കാൻ വെച്ചു. ഇനി ഒരു തോരനും കൂടി ഉണ്ട്. തോരൻ സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ മുളപ്പിച്ച പയറുകളില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കാന്ന് ഓർത്തു. അപ്പം അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുക.
പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം. ചോറിന് പുതിയൊരു അരി എടുത്തേക്കുന്നത്, ലുലുവിൻ്റെ മട്ട. അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പവിഴ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോൾ പവിഴം കണ്ടില്ല. പവിഴം ഒഴിച്ച് ബാക്കി എല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഓർത്ത് തന്നെ ലുലു ഒരെണ്ണം മേടിച്ച് നോക്കാം. ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുക. കാരണം കുറച്ചും കൂടി ഓഫീസിലൊക്കെ പോകുമ്പോൾ രാവിലെ ചോറിട്ടിട്ട് വേണ്ടേ പോകാൻ. അപ്പൊ കുറച്ചും കൂടി എളുപ്പം കുക്കറാണ്. പിന്നെ അടുപ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ചോറ് അങ്ങനെ തിളപ്പിക്കാമായിരുന്നെന്ന് ഓർക്കും. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ കുക്കറിൽ ചോറ് വെച്ചു. മീൻകറി ആവുന്നുണ്ട്, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാകം ഒരു തോരനും കൂടെ ഉള്ളു. അതോടുകൂടി ഇന്നത്തെ എൻ്റെ ലൈഫ് കഴിഞ്ഞു. ഡേ ഇൻ മൈ ലൈഫ് പകുതി വരെ കഴിഞ്ഞു. ഇപ്പൊ വെറുതെ ഇരിക്കാന്നുള്ളൂ. പിന്നെ ഇനിയിപ്പം നിങ്ങളായിട്ട് എന്താ പറയും, മീൻകറി ഇതേപോലെ വെച്ച് നോക്കട്ടോ. ഭയങ്കര നല്ലതായിരിക്കും. അമ്മ വെക്കുന്ന ടേസ്റ്റ് എനിക്കുണ്ടാവില്ലല്ലോ, കാരണം അത് അമ്മയും ഇത് ഞാനും ആണല്ലോ. അപ്പം ഇതേപോലെ ഒന്ന് വെച്ച് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റണം. വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കും കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താലും മതി. അപ്പം ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്താ പറയുക മൂപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പകുതി എടുത്തിട്ട് അരയ്ക്കണം. അരപ്പുണ്ടല്ലോ അത് പകുതി എടുത്ത് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ശരിക്കും മൂപ്പിക്കുക. അതായത് നന്നായിട്ട് അതിനകത്തുള്ള വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞു വരണം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക, കുറച്ച് കുടംപുളി എടുത്തിടുക, അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും മീനിടുക. പരിപാടി കഴിഞ്ഞു. എന്നിട്ട് അതെല്ലാം തിളച്ച് നന്നായിട്ട് വന്ന് കറിയായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യില്ലേ, ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും ഒരു കരിയാപ്പിലയും വെച്ച് കൊടുക്കുക. അടിപൊളിയാണ്. എനിക്ക് വെച്ച് കൊടുക്കാൻ കരിയാപ്പിലൊന്നുമില്ല, കുറച്ച് ഉണങ്ങിയ കരിയാപ്പില ഇരിപ്പുള്ളൂ. അപ്പം അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ വിശേഷങ്ങൾ. ഇതേപോലെ നമുക്ക് എപ്പോഴേലൊക്കെ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കര മോഡേൺ രീതിയിലൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ തലേന്ന് വെക്കുന്ന ചോറില്ലേ, ആ ചോറ് നമ്മൾ വെള്ളം ഒഴിച്ചിടുക. ആ ചോറിനകത്തേക്ക് ഇച്ചിരി ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചിട്ട് വെക്കുക. രാവിലെ തൈര് ഒഴിച്ച് കഴിക്കുക. അപ്പോൾ പഴങ്ങഞ്ഞിയായി. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഭയങ്കര എനർജി ആയിരിക്കും നമുക്ക്. നമ്മൾ ബാക്കി എന്ത് കഴിക്കുന്ന പോലെയല്ല. അപ്പോൾ വിചാരിക്കും വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കണം. ഒരിക്കലല്ല കേട്ടോ. അത് എന്താ പറയുന്നത്, നമ്മുടെ അപ്പനും എൻ്റെ അമ്മയ്ക്കൊക്കെ വണ്ണമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അത് എനിക്കും വരും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ പപ്പ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കും, അതേപോലെ കുറയും ചെയ്യും. ഞാനും പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കും, അതേപോലെ കുറയും ചെയ്യും. എന്താ അങ്ങനെ വേണം, ഒരു ഭാഗ്യം. വന്നിട്ടില്ല. അപ്പൊ ശരി, ബായ്.